ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് രേവതി. ഞാനിവിടെ ഒരു ഭൂട്ടാൻ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന ഐഡിയയുമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഇപ്പം ഒരു ട്രിപ്പ് കഴിഞ്ഞ് എത്തിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മെമ്മറി ഫ്രഷ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ ഭൂട്ടാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്, പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്ന് ഉറപ്പില്ല എന്നുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ വക. എപ്പോഴാണ് ഭൂട്ടാൻ വരേണ്ട ഏറ്റവും നല്ല സമയം എന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് മാർച്ച്, ഏപ്രിൽ, മെയ്, പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ഇതാണ് ഈ 6 മാസങ്ങളാണ് നിങ്ങൾക്ക് ഭൂട്ടാൻ ട്രിപ്പിന് വേണ്ടി ഏറ്റവും നല്ല സമയം എന്നാണ് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഭൂട്ടാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സമയം. പിന്നെ എങ്ങനെ എത്താം, ഭൂട്ടാനിലേക്ക് എങ്ങനെ എത്താം? ഇങ്ങോട്ട് വരാൻ കുറേ വഴികളുണ്ട്. ഭൂട്ടാനിലേക്ക് ഇങ്ങനെ എത്താം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പാറു എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കയറി വരാം. അങ്ങോട്ട് പറക്കാനാകെ 35 ആൾക്കാർക്ക് 35 പൈലറ്റ്സിനെ പെർമിഷൻ ഉള്ളൂ. അപ്പം അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കോസ്റ്റ് ഒരു പ്രശ്നമല്ല. പെട്ടെന്ന് എത്തണമെങ്കിൽ അതാണ് നിങ്ങളുടെ ബെസ്റ്റ് വേ. പിന്നുള്ളത് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വേ ആണ്. നിങ്ങൾ ബാഗ്ഡോഗ്ര എയർപോർട്ട്സിലേക്ക് ഒരു വെസ്റ്റ് ബംഗാളിലേക്ക് ഫ്ലൈറ്റ് കയറാം. പിന്നെ അവിടുന്ന് 4.5 മണിക്കൂർ ഒരു റോഡ് ട്രിപ്പ്, നല്ല നാഷണൽ ഹൈവേ കൂടി ട്രിപ്പ് എടുത്തിട്ട് ഭൂട്ടാൻ ബോർഡർ ആയ ജയ്ഗോണിലേക്ക് എത്താം. എന്നിട്ട് അവിടെ നിന്ന് ബൈ ഫുട്ട് നിങ്ങൾക്ക് ബോർഡർ ക്രോസ് ചെയ്ത് ഭൂട്ടാനിലേക്ക് എത്താം. അതാണ് ഞങ്ങൾ ചൂസ് ചെയ്ത വഴി. ബിക്കോസ് ഞങ്ങൾ കുറേ കൊല്ലം ഭൂട്ടാനിൽ താമസിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മെമ്മറീസ് അയവർക്കണമെന്നുണ്ടായിരുന്നു. പിന്നെയുള്ള വഴി ട്രെയിനാണ്. നിങ്ങളുടെ അടുത്ത് കുറേ സമയമുണ്ട്, നിങ്ങൾക്ക് കാശ് ലാഭിക്കണമെങ്കിൽ നിങ്ങൾക്കുള്ള നല്ല ഓപ്ഷൻ ട്രെയിനാണ്. ഗുവാഹട്ടിയിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ അലിപ്പൂർദ്വാർ നിർത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയിട്ട് ആ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാം. അലിപ്പൂർദ്വാറിന് അതേപോലെ ടാക്സി എടുത്തിട്ട് ജയ്ഗോണിലേക്ക് വരാം. പിന്നെ അവിടുന്ന് പെഡസ്ട്രിയൻ ക്രോസിംഗ് വഴി നിങ്ങൾക്ക് ഭൂട്ടാനിലെത്താം. പിന്നുള്ള വഴി റോഡ് ട്രിപ്പ് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് വരാം. നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ആകെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഫീ കൊടുക്കണം. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫീ കൊടുത്താലേ നിങ്ങളുടെ വണ്ടി ഉള്ളിലേക്ക് കടക്കും. അപ്പം കോസ്റ്റ് ഇത്തിരി കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്ക് റോഡ് ട്രിപ്പ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു വഴിയാണ്. പിന്നെ ഞാൻ കുറേ കണ്ടത്, റോഡിൽ വന്നിട്ട് ഉള്ളിൽ കയറി ബൈക്ക് എടുത്ത് കുറേ ബൈക്കേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേ ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം ഭൂട്ടാനിൽ. പിന്നെ എത്ര ദിവസം വേണം നിങ്ങൾക്ക് ഭൂട്ടാൻ കവർ ചെയ്യാം? മിനിമം ഒരു 7 days നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭൂട്ടാൻ സുഖമായിട്ട് ആസ്വദിക്കാം. അപ്പം ഭൂട്ടാനിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് ഗൈഡ് അത്യാവശ്യമാണ്. ഒരു ഗൈഡില്ലാണ്ട് നിങ്ങൾക്ക് ഭൂട്ടാൻ കറങ്ങാൻ പെർമിഷൻ ഇല്ല. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഹോട്ടൽസ് ഞങ്ങൾ തനിയെ ബുക്ക് ചെയ്തു അഗോഡ വഴി. നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന്. ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ തരുവാണ്. അപ്പോൾ ഹോട്ടൽസ് ഞങ്ങൾ സ്വന്തം ബുക്ക് ചെയ്തിട്ട് വണ്ടിയാണ് ഞങ്ങൾ പാക്കേജ് ആയിട്ട് എടുത്തത്, വണ്ടി പ്ലസ് ഗൈഡ്. അതിനെത്രയായി എന്ന് വെച്ചാൽ 65,000 രൂപയാണ് ഞങ്ങൾക്ക് 6 ദിവസത്തേക്ക് ആയത്. ഞങ്ങൾ 8 ആൾക്കാർ ഒരു കുട്ടിയായിട്ടാണ് പോയത്. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പ് വലുതായിരുന്നു. അപ്പം അതിൻ്റെ പെർ പേഴ്സൺ കോസ്റ്റ് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് എത്ര ആവുമെന്നുള്ള. താക്കി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എത്ര ആവും, ഞങ്ങൾക്ക് എത്ര ദിവസം വേണം എന്തിനായിട്ടുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഇമിഗ്രേഷൻ ഭയങ്കര സിമ്പിളാണ്. നിങ്ങളിവിടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫീ എന്ന് പറയുന്നൊരു ഫീ അടയ്ക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ചെയ്യാം. ഞാൻ അതിൻ്റെയും ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്, എങ്ങനെ ഓൺലൈൻ ചെയ്യാം. അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങളുടെ ഗൈഡ് അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അത് ഇത്തിരി സമയം എടുക്കും. ആ സമയം ലാഭിക്കണേ നിങ്ങൾ ആദ്യമേ ഓൺലൈൻ അങ്ങ് ചെയ്താൽ മതിയാവും. അത് പിന്നെ ഇവിടെ വരുന്ന സാധനം കറൻസിയാണ്. നമ്മുടെ നാട്ടിലത്തെ കറൻസിയും ഇവിടുത്തെ കറൻസിയും ഒരേ വാല്യൂ ആയതുകൊണ്ട് പലയിടത്തും നിങ്ങളുടെ ഇന്ത്യൻ കറൻസി വർക്കാവും. പിന്നെ നിങ്ങളുടെ ഗൂഗിൾ പേ, കുറേ അടുത്ത് ഗൂഗിൾ പേ ഇൻ്റർനാഷണൽ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പേ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഒരു നല്ല ഭൂട്ടാൻ യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് ഓൾ ദി ബെസ്റ്റ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലിട്ടോളൂ. ഞാൻ അതിനെ പേഴ്സണലി അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി.